നമസ്കാരം. ഇന്ന് ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയുള്ള ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഒരു വറവുണ്ടാക്കുന്നത്. ഇവിടെ ഒരു ക്യാപ്സിക്കാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഒരു സവാളയുടെ കാൽഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എരിവുള്ള പച്ചമുളക്. എരിവ് തീരെ വേണ്ടാത്തവർക്ക് ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു എരിവുണ്ടാകും. പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. പാൻ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് വെക്കുന്നുണ്ട്. ഒരു ചെറിയ ഉണക്കമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 3 എണ്ണം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഞാനൊരു 3 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറാവട്ടെ. ഗോൾഡൻ കളറായിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൻ്റെ കൂടെ തന്നെ ആ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റായി. ഞാൻ ഒരിക്കൽ തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് 1-2 മുട്ട, ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ചേർക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുട്ടക്കും കൂടിയുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു. ഒരു മിനിറ്റ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നല്ല ഉപ്പ് വരുമല്ലോ, മുട്ടക്ക് വേണ്ടതല്ലോ. ഒരു പച്ചമുളക്, ഒരു ഉണക്കമുളക്, ഒരു 2 കറിവേപ്പില, 2 അരി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, ഒരു സവാളയുടെ കാൽഭാഗം, ഒരു ക്യാപ്സിക്കം. നമുക്കുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, തേങ്ങ വേണമെന്നുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ക്യാപ്സിക്കത്തിനൊരു ചെറിയ നനവുണ്ടാവും. ഈർപ്പം വെള്ളം പോലെയല്ലേ ക്യാപ്സിക്കം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. ക്യാപ്സിക്കത്തിന് ഒട്ടനവധി ഔഷധ ഗുണമുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കണം. പക്ഷേ ഇപ്പം വരുന്ന പച്ചക്കറിയെല്ലാം വിഷാംശം നല്ലോണം ഉള്ളതുകൊണ്ട് ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ കുറച്ച് സമയം ക്യാപ്സിക്കം മുക്കി വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ക്യാപ്സിക്കം മുട്ടത്തോരൻ ഇവിടെ റെഡിയായി. ഒരു 5-6 പേർക്ക് കഴിക്കാനുണ്ട്. ചെറിയ തോതിൽ സ്റ്റൗ ഓഫ് ചെയ്തു. നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.